പ്രൊഡക്ഷൻ ഒക്കെ പറയുന്ന പോലെ ചീത്ത പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ചക്കര മുത്തുപ്പൊന്ന് we have our Mamuka right here with us. Let's bring him on stage. Listen, whatever you can do it, because there is none other like him. There is nobody else but a Mammootty. Welcome, Mamuka. കുറച്ചു നേരമായിട്ട് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുപിടിക്കുമ്പോൾ എൻ്റെ കണ്ണൊരു പെർട്ടിക്കുലർ വ്യക്തി ഇങ്ങനെ ഉടക്കി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്റ്റേജിലോട്ട് കൊണ്ടുവരാം. The absolutely handsome, the heartthrob of all of us, the ever charming star director, we have Mr. Kunjabo Bowman joining us as well. എല്ലാവരും ആ സൈഡിലേക്കായി. ഇപ്പോൾ ക്യാമറ എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു. We have other prominent figures joining us on stage as well. If I could start by inviting our producers, without whom നമ്മുടെ ഈ ഒരു ഈവനിങ് ഇവിടെ പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഒരു സിനിമ പോസിബിൾ ആണല്ല. Starting off by bringing on stage Mr. KG Anil Kumar. Welcome, sir. നമുക്ക് പറഞ്ഞതുകൊണ്ട് മലയാളിയുടെ പദസമ്പത്തിൽ കയറിയിട്ട് ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. നമുക്ക് പറഞ്ഞതുകൊണ്ട് മലയാളിയുടെ പദസമ്പത്തിൽ കയറിയിട്ട് കുറെ ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ ക്വയറ്റ് ബിക്കമിങ് ആൻ ഓഫീസർ, ബ്ലഡി റൊമാൻറ്റിക് ഒക്കെ. അപ്പോൾ പാട്രിയറ്റ് ഇറങ്ങിയതിനു ശേഷം ആളുകൾ സോഷ്യൽ ഇവാലുവേഷനെ പറ്റിയിട്ടും പെരിസ്കോപ്പിനെ പറ്റിയിട്ടും സോഷ്യൽ സ്കോറിനെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കുന്നു, അറിയാൻ ആഗ്രഹിക്കുന്നു. പാട്രിയറ്റ് കണ്ടാലും അവർക്കുള്ള ഒരു ടേക്ക് അവേ ആസ് എൻ ഇൻഫർമേഷൻ സോഷ്യൽ സ്കോറും സോഷ്യൽ ഇവാലുവേറ്ററും പെരിസ്കോപ്പും ഒക്കെ ആയിരിക്കും. അതെ, ശരിക്കും ആണ് സിനിമ. ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ പറഞ്ഞാൽ പെരിസ്കോപ്പ് ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഷ്യൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു സോഷ്യൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇവാലുവേഷൻ. പിന്നെ ഇതൊരു അവയർനെസ് സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒക്കെ നമ്മൾ ഈ ടെക്നോളജിയുടെ ആധിക്യമോ അല്ലെങ്കിൽ അവരുടെ ഒരു അപ്രമാദിത്യം കൊണ്ടോ ഒക്കെ നമ്മൾ സാധാരണക്കാർ വിട്ടുപോകുന്ന ഒരുപാട് അപകടങ്ങളുണ്ട്. പലതും നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചതാണ്. പലതും നമുക്ക് നമ്മളെ കൊടുക്കാൻ കാത്തിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സിനിമയുടെ കുറേ ഭാഗങ്ങൾ. പക്ഷെ അതിലേക്കുള്ള ശ്രമങ്ങളും എന്ത് കാര്യത്തിനിറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ എതിർപ്പുണ്ടാകുമല്ലോ, സ്വാഭാവികമായിട്ടും അതും അതിൻ്റെ ഭാഗമാകും. അങ്ങനെയാണതൊരു സിനിമയാണ്. എന്ത് കാര്യത്തിനിറങ്ങിയാലും ഒരു എതിർപ്പുണ്ടാവും. ആ എതിർപ്പിനെ തരണം ചെയ്തുകൊണ്ടുള്ള യാത്രയാണ് സിനിമ. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങൾ ആരുമില്ലാതെ ഈ സിനിമ മുന്നോട്ട് പോവുകയോ പൂർണ്ണമാവുകയില്ല. അതുകൊണ്ടാണ് ഇത്രയും ഈ കാണുന്നവരെക്കാൾ അത്രയും കൂടെ നമ്മൾ കാണാത്തവരുണ്ട്, എവിടെയില്ലാത്തവരുണ്ട്. അതാണ് സിനിമയുടെ ഒരു ആമുഖം. അതിനപ്പുറത്തേക്ക് സിനിമ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും. സ്പോയിലർ ആകാതെ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കാൻ പറ്റിയ വളരെ സന്തോഷം. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ രണ്ട് കേട്ട് ഇവിടെ നമുക്ക് പിരിയാം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും രണ്ട് വലിയ പെർഫോമേഴ്സിനെ പ്രധാന റോളുകളിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോഴും കഥയാണ് നായകൻ, അല്ലെങ്കിൽ വിഷയമാണ് പ്രധാനം. എപ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയത്? ഈ വിഷയം പറയാൻ ഏറ്റവും രണ്ട് വലിയ പെർഫോമേഴ്സിന് ആവശ്യമുണ്ട്. അപ്പുറത്ത് ഇതിന്റെ ലോഡ് കൂടി ഉണ്ടല്ലോ. ഇവരിൽ നിന്ന് ഏറ്റവും നല്ല ഔട്ട് ഉണ്ടാവണം, ഇവരുടെ ഒരു സ്റ്റാർ ഇമേജിനെ ബാക്കിയുള്ളവർക്ക് സാറ്റിസ്ഫൈ ചെയ്യണം, ഇവരുടെ മാർക്കറ്റ്. ഈ പ്രഷറിനെയും ഈ കൊമേഴ്ഷ്യൽ സൈഡിനെയും ഈ കൊമേഴ്ഷ്യൽ വയബിലിറ്റിയും എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ആ ടെൻഷൻ എത്രമാത്രം ഉണ്ട് ഈ മൊമെന്റിൽ? ഇത് കഥ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് എല്ലാ പ്രാവശ്യവും ഞാൻ ഒരു ആക്ടറിൻ്റെ അതോട്ട് പോകുന്നത് നരേഷന് വേണ്ടിയിട്ട്. ഒരു ചെറിയൊരു ഐഡിയ ആയിട്ട് പോയിട്ടില്ല ഇവരെ. അങ്ങനെ ഇതൊരു കഥയായിട്ട് കഥയുടെ രൂപമായി കഴിഞ്ഞതിന് ശേഷം
പ്ലോട്ട് ഡ്രിവൺ കഥയാണെന്നുള്ളത് മനസ്സിലായി. പക്ഷേ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്കെയിലുണ്ട് ഈ പടത്തിന്. ക്യാരക്ടേഴ്സും കുറച്ചുകൂടെ ഗ്രാവിറ്റി കൂടിയ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോസസ്സിലോട്ട്, അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ഇതൊരു സ്റ്റാർ സ്റ്റഡഡ് സിനിമയാക്കാം എന്നുള്ളൊരു ധാരണയിൽ തുടങ്ങിയ പടമല്ല. ആദ്യം ഇതിൻ്റെ എന്താ പറയുക, ഒരു രൂപം ആദ്യം ഞാൻ പറഞ്ഞത് മമ്മൂക്കയുടെ തന്നെയാണ്. അതിനുശേഷം പിന്നീടാണ് ബാക്കി എല്ലാവരും സിനിമയിലേക്ക് വന്നത്. സിനിമയിൽ അങ്ങനെ ഞാൻ ബാക്കി ഇതിനകത്തുള്ള കച്ചവട ചേരുവകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അങ്ങനെ കൺസേൺ അല്ല. കാരണം ഓർഗാനിക്കലി ഇതിനകത്ത് വന്നിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഞാൻ പറയുന്നത് അതിനകത്തോട്ട് കഥയുടെ രൂപത്തിൽ വന്നു പോയിരിക്കുന്ന വിഷയങ്ങളുണ്ട്. അത് തന്നെ ആണ് ഇതിൻ്റെ കമേഴ്ഷ്യൽ ഫാക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി കണ്ടവരാണ് പറയുന്നത്. പക്ഷേ നമസ്കാരത്തിൻ്റെ സെൻസറിങ്ങിലേക്ക് വരുമ്പോൾ വില്ലന്റെ പേരുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. നമ്മുടെ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെ മകന്റെ പേരുമായി സാമ്യമുണ്ട്, അതുകൊണ്ട് സെൻസർ ബോർഡ് ചെറിയ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിഞ്ഞോ? ഇത്തരം ഒരു എഴുത്തുകാരൻ്റെയോ അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെയോ ഒക്കെ ചിന്തയിലും എഴുത്തിലൊക്കെ വരുന്ന കാര്യത്തിൽ വല്ലാതെ കട്ടി വീഴുന്നുണ്ട് ഈ കാലത്ത് നമ്മൾ തോന്നലുണ്ടോ? അതിൽ മഹേഷ് ഏട്ടൻ്റെയും മമ്മൂക്കയുടെയും പ്രതികരണം പ്രതീക്ഷിക്കുന്നു. ഈ പടത്തിന്റെ സെൻസറിങ് ജോലികൾ കഴിഞ്ഞു. അതായത് ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടാനുള്ള കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കി ജോലികൾ കഴിഞ്ഞു. മറ്റു കാര്യങ്ങളെ കുറിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തന്നെ സെൻസർ കാർഡുകളൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റു കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഒരു സിനിമ, കമേഴ്ഷ്യൽ സിനിമ നമ്മൾ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമ പറയുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അത് നമ്മളെല്ലാവരും മാനിക്കുന്നു. അത്രയും എനിക്ക് ഇതിനകത്ത് പറയാം. എന്തെങ്കിലും കാര്യം അത് തന്നെയാണ് സത്യം. മാഷാ, ഇപ്പോൾ ഈ ട്രെയിലറിൽ പറഞ്ഞ പോലെ സോഷ്യൽ സ്കോർ, അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വളരെ സാധാരണക്കാരനായ സിനിമ കാണാൻ വരുന്ന സാധാരണ പ്രേക്ഷകരുണ്ടല്ലോ കേരളത്തിലുള്ള, വളരെ അന്നത്തെ അന്നം ഉണ്ടാക്കി ജീവിക്കുന്ന സാധാരണ പ്രേക്ഷകർ, ഇവർക്ക് ഇത്രയും ഒരു ഉയർന്ന തോട്ട് പ്രോസസ് എത്രത്തോളം കണക്ട് ആവുന്നുള്ളൊരു ചിന്ത എപ്പോഴും തോന്നിയിട്ടുണ്ട്? ഇവിടെ വന്നിരിക്കുന്ന ഒരു 100% ആളുകൾ ഫോൺ ഉപയോഗിക്കുന്നവരാണെന്ന് തോന്നുന്നു. ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന് മനസ്സിലാവും. സിനിമ മനസ്സിലാവും. സോഷ്യൽ സ്കോർ എന്താണെന്നാണ് ഉദ്ദേശിച്ചത്? സിനിമ വിശദീകരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യാം. മതി. പിന്നെ ഇതിനെ കമേഴ്ഷ്യൽ എലമെന്റ്സ് എന്നൊക്കെ പറയുന്ന സിനിമയിൽ അതിൻ്റെ ഘടകങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഘടനയും ഒക്കെ മാറിക്കഴിഞ്ഞു. കമേഴ്ഷ്യൽ എലമെന്റ്സിൻ്റെ എലമെന്റ്സിൻ്റെയും സ്റ്റാർ വാല്യൂവിൻ്റെയും ഒക്കെ മാനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞില്ലേ. അതുകൊണ്ട് അതൊന്നും ഈ സിനിമയെ ബാധിക്കാൻ സാധ്യതയില്ല. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം കഥയും കഥയ്ക്കൊത്ത നടന്മാരുമാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ കമേഴ്ഷ്യൽ ഘടകം. ജനങ്ങൾക്ക് സിനിമ രസകരവും വിജ്ഞാനപ്രദവും ചിന്താദീപകവും ഒക്കെ ആകുന്നതാണല്ലോ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ട് തിരിച്ചുരസിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ടേക്ക് അവേ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒന്നെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല, എന്നാലും ആഗ്രഹിക്കാറുണ്ട്. അതൊക്കെ എന്തെങ്കിലും കൂടെ ചേർത്തിട്ടുണ്ട്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ വ്യവസായ ഘടനയുടെ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ എലമെൻസിൻ്റെ ഭാഗമാണ്. അത് ഈ സിനിമയിൽ ഉടനീളമുണ്ട്. അല്ലെങ്കിൽ ഈ സിനിമ അങ്ങനെയുള്ള ഒന്നാണ്. ഇപ്പം ഇന്ത്യൻ സിനിമയിൽ സ്റ്റാർഡം നോക്കാതെ സിനിമ ചെയ്യുന്ന 2 സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് മമ്മൂക്കയും ലാലേട്ടനുമാണ്. ഇപ്പം പാറ്റേണിലേക്ക് വരുവാണെങ്കിൽ മമ്മൂക്ക തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആക്ടിങ് ഈസ് ഓൾസോ റിയാക്ടിങ് എന്നുള്ള രീതിയിൽ ഇന്റർവ്യൂവിൽ പറഞ്ഞായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ലാലേട്ടനായിട്ട് കോമ്പിനേഷൻ ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ കൊടുക്കാനായിട്ട് ഇപ്പോൾ ഡയറക്ടർ പറയുന്നത് അല്ലാതെ എന്തെങ്കിലും നിങ്ങൾ ഇംപ്രവൈസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതിനെപ്പറ്റി അതെല്ലാവരുടെ കൂടെ ഉണ്ട്. ലാലേട്ടൻ്റെ കൂടെ ഒന്നല്ല. ലാലേട്ടൻ ആരോട് അഭിനയിച്ചാലും അതുണ്ടാവും, ഞാൻ ആരോട് അഭിനയിച്ചാലും ഉണ്ടാവും. അങ്ങനെ റിയാക്ട് ചെയ്യണ്ടേ? പിന്നെ അഭിനയത്തിൻ്റെ എല്ലാ കാര്യവും സംവിധായകൻ പറഞ്ഞു തരണം എന്നില്ല. നമ്മളതൊക്കെ അധികം ബോധ്യപ്പെടുത്തിയാൽ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തെറ്റ് തിരുത്തുക മാത്രമേ ഒരുവിധം പരിചയസമ്പന്നരായ സംവിധായകർ ചെയ്യാറുള്ളൂ. അല്ലാതെ എല്ലാവരും അപ്പുറത്തും മാറിയെന്ന് മോണായിട്ട് കാണിക്കുമെന്നുള്ള ഡയറക്ടർ നമ്മളെടുത്ത് നമ്മൾ സീൻ വായിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അതെങ്ങനെ ചെയ്യും 1, 2, 3 പ്രാവശ്യം കണ്ട് എന്തെങ്കിലും
ചിത്രത്തിൽ പൂർണ്ണമായ ഒരു പ്രകടനം ഉണ്ടായതിനു ശേഷമേ അത് ഓക്കെ ആകും. അപ്പം അത് നടന്മാരുടെയും സംവിധായകരുടെയും ഒക്കെ ചുമതലകൾ നിർവഹിക്കലാണ്. പിന്നെ രമണ ഒന്നോരണ്ടെത്തിലൂടെ മറുപടി പറയാം. എന്നിട്ട് അടിതറിയില്ലെങ്കിൽ നമസ്കാരം സാർ. സാറിൻ്റെ എല്ലാ സിനിമകളും എടുത്ത് നോക്കിയാലും സാറിൻ്റെ എല്ലാ സിനിമകളും എടുത്ത് നോക്കിയാലും എപ്പോഴും ഒരു റിയലിസ്റ്റിക് എലമെന്റ് ഉണ്ടോ? പ്രേക്ഷകന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇമോഷണൽ ഹൂക്കിംഗ് ഉള്ള എല്ലാ എലമെന്റ്സും ചെയ്യുന്ന ഒരു ആളാണ് താങ്കൾ. അപ്പം പാട്രിയോട്ടിക് നോക്കിയാൽ തന്നെ ഒരു ഡൗട്ടാണ്, ആക്ഷൻ അല്ലെങ്കിൽ ഒരു ത്രില്ലർ എലമെന്റ്സ് അല്ലാതെ ഒരു നോർമൽ ഓഡിയൻസിനെ ഇമോഷണലി ഹൂക്ക് ചെയ്യാനുള്ള എന്ത് എലമെന്റ് ആണ് പാട്രിയോട്ടിലുള്ളത്? അത് സിനിമ പൂർണ്ണമായിട്ട് കാണുമ്പോഴല്ലേ മനസ്സിലാവുന്നത്. സിനിമ ട്രെയിലർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അതിനകത്ത് ഒരു സിനിമയുടെ മുഴുവൻ കഥയല്ലോ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു സിനിമ ഒരു 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 പ്രത്യേകതരം സാഹചര്യത്തിൽ ഉണ്ടായപ്പെടുന്നൊരു സാധനമാണ്. അപ്പം അത് സമൂഹത്തിൽ നടക്കുന്ന ചില വിഷയങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പലപ്പോഴും സിനിമകൾ എഴുതിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്തും അങ്ങനെ ഒരു വിഷയമുണ്ട്. അത് കണക്ട് ആവുന്നുള്ള വിശ്വാസത്തിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പം ഡിപ്പെൻസ് ഓൺ ദ നേച്ചർ ഓഫ് സിനിമ. ചിലപ്പോൾ ഞാനൊരു പടം കുറച്ചുകൂടെ ഇൻഡി സ്പേസിലായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ കുറച്ചുകൂടെ കമേഴ്ഷ്യൽ സ്പേസിലായിരിക്കും ചെയ്യുന്നത്. മാറി മാറി ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അതേപോലെ ഈ സിനിമ അനൗൺസ് ചെയ്ത അന്ന് തൊട്ട് മലയാളികൾ ഏറ്റവും കൂടെ എക്സൈറ്റഡ് ആണ്. ഇതിന്റെ ഓരോ ന്യൂസ് പോസ്റ്ററുകൾ വരുമ്പോഴും ഇതിന്റെ ന്യൂസുകൾ കാണുമ്പോഴും എല്ലാം എക്സൈറ്റഡ് ആണ്. എന്താണ് സംഭവിക്കുന്നത്? മമ്മൂക്കയിൽ ഫേസ് ടു ഫേസ് ഉള്ള സിനിമയായിരിക്കുമോ, അല്ലെങ്കിൽ ഒരുമിച്ച് അങ്ങനത്തെ ഒരു കഥാപാത്രമായിരിക്കാം. അത് മാത്രമല്ല ഇത്രയും മലയാളം 2020 ശേഷം ഇത്രയും മൾട്ടി സ്റ്റാർസ് ഒരുമിക്കുന്ന ഒരു വലിയൊരു ചിത്രം കൂടിയാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ ഒരുപാട് ഹൈ ആണ് ഓൾറെഡി. അപ്പോൾ ഓരോ കഥാപാത്രത്തിനും ആ സ്ക്രീൻ സ്പേസ് എത്രത്തോളം ഉണ്ടാകുന്നൊരു ടെൻഷൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കഥ മുഴുവനായതിനു ശേഷമാണ് ആക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അവരവർക്ക് ചെയ്യാനുള്ള പാർട്ടുകൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലോട്ട് ഡ്രിവൺ കഥയ്ക്കകത്ത് എല്ലാവർക്കും താരങ്ങളായിട്ടല്ല കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു എല്ലാവരും വന്നിരിക്കുന്നത്. അല്ലാതെ ആരും ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൂടെ ചെയ്തേക്കാം, നമ്മളിങ്ങനെ ഒരു താരനികടമായ സിനിമ ചെയ്തേക്കാം എന്നുള്ളൊരു ധാരണയിൽ ഇനിയുള്ള കാലത്ത് എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ അങ്ങനെ സിനിമ ഉണ്ടാവും. സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് അത് എന്താ പറയുക, ആക്ടേഴ്സിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മമ്മൂക്ക ഇപ്പോൾ ഒരുപാട് നാളത്തിന് ശേഷം കാത്തിരിപ്പിന് ശേഷം ഇറങ്ങുന്നൊരു ചിത്രം തന്നെ ഏറ്റവും കൂടുതൽ മലയാളികൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓരോ സിനിമ ഇറങ്ങുന്ന സമയത്തും പറയാറുണ്ട് മമ്മൂക്കയിലായിട്ട് ഒരുമിക്കുന്ന ഒരു ചിത്രം എന്ന് വരും, അതിൻ്റെ റിസൾട്ടാണ് ഈ ഇന്ന് വരാൻ പോകുന്നത്. എത്രത്തോളം എക്സൈറ്റഡ് ആണ് ഒരു സ്ക്രീനിൽ വീണ്ടും ഒരേപോലെ പ്രേക്ഷകർ കാണുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ? അത് നമ്മൾ ഈ പല ഭാഷകളിൽ നിന്നും മാസ് സിനിമകളിലൂടെ വന്നിറങ്ങാറുണ്ട്, നമ്മളത് കൈയടിച്ച് സ്വീകരിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു മാസ് സിനിമ നമ്മളാരെങ്കിലും അഭിനയിച്ചാൽ നിങ്ങൾ അത്ര കൈയടിച്ച് സ്വീകരിക്കാനില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങളിൽ നിങ്ങൾ അതല്ല പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ ആലോചിക്കണം. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് മറ്റേ പടത്തിൽ വന്നു ടീം ടൂ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയിടിച്ച് അവസരം കെട്ടിപ്പിടിച്ച് മൂന്നാമതൊരാളെ ഇടിക്കുന്ന കഥയല്ല ഇത്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. അതിന് ഈ നിങ്ങൾ പറയുന്ന സ്റ്റാർട്ടം മറ്റേ കമേഴ്ഷ്യൽ വാല്യൂ ഒക്കെ ഉള്ളവർ തന്നെയാണ്. അത് നിങ്ങളുണ്ടാക്കി തന്നാണ്. പ്രേക്ഷകരാണ് ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കാനും അഭിനയിക്കാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങൾ വളർത്തിയെടുത്തു എന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന കാലം പോയിട്ടു. നിങ്ങൾ വളർന്നത് കൊണ്ടാണ് ഞങ്ങൾ വളർന്നത്. ഇതേതരം സിനിമകൾ പ്രേക്ഷകൻ കാണാൻ മാത്രം വളർന്നിരിക്കും എന്നുള്ള ധൈര്യത്തിലാണ് ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ നീ ആവരുത് ഞാനാ വരുത് എന്നൊക്കെ പറഞ്ഞ് വരാം. അങ്ങനെയൊന്നും വരുന്നില്ല. അങ്ങനെ രണ്ടുപേരും രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, ലാലിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ ഞങ്ങളെ ഇത് മുമ്പ് കണ്ടിട്ടില്ലാത്ത കഥാപാത്രങ്ങളായിട്ടാണ്. മലയാള പ്രേക്ഷകർക്ക് അധികം പരിചയമില്ലാത്ത കഥാപാത്രങ്ങൾ, പരിചയമില്ലാത്ത കഥാ പശ്ചാത്തലമാണ് ഈ സിനിമയിലുള്ളത്. കാരണം നമ്മൾ കുറച്ചുകൂടെ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് നമ്മുടെ കഥാപരിസരങ്ങൾ മാറുകയാണ്. നമ്മൾ അത്രത്തോളം വളരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ ഇനി മലയാള സിനിമ 10-15 കൊല്ലം കൂടെ കഴിയണം. നമ്മൾ 15 കൊല്ലം മുമ്പിലാണ്, പുറകിലല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ സിനിമ എടുക്കാൻ സാധിച്ചു. അതിനൊരുപാട് സപ്പോർട്ട് നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുണ്ടായി. മറ്റു ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും ഇങ്ങനെ ഒരു സിനിമയോട് സഹകരിച്ചു.
ഇനിയുള്ള സഹകരണം പ്രേക്ഷകരുടെയാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നുള്ള വിശ്വാസമുണ്ട്. ഈ സിനിമ കാണുന്ന ഒരു പുതിയ കാഴ്ചയാണ് ഈ സിനിമയുടെ ഫോട്ടോഗ്രാഫിയാണ് ശരി, മേക്കിംഗ് ആയാലും ശരി. ഒരുപക്ഷെ നമ്മളിങ്ങനെ കണ്ട് ശീലിച്ചില്ലാത്ത നമ്മുടെ ശീലങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സിനിമയാണ് ഈ സിനിമ. വളരെ കൂടുതൽ ആളുകൾ കാണുകയും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്താൽ ഇത് മലയാള സിനിമയുടെ ഒരു മുതൽക്കൂട്ടും ഒരു നാഴികക്കല്ലുമായി മാറും. ഈ സിനിമ മുതൽ ആകും ഇനി സിനിമകൾ. ഇതുപോലെയുള്ള വലിയ സിനിമകൾ മലയാളികൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും എടുക്കാനും സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം തരുന്ന പ്രേക്ഷകനാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഈ സിനിമ എടുക്കുന്നത്. നമ്മളിത് പാൻ ഇന്ത്യൻ സിനിമയല്ല, ഇത് മലയാളികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. മലയാളം കൂടുതൽ സംസാരിക്കുന്ന സിനിമയാണ്. ഇവിടെ സായിപ്പന്മാരാരും മലയാളം പറയുന്ന സിനിമയല്ലേ, സായിപ്പന്മാരൊക്കെ ഇംഗ്ലീഷ് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ പ്രേക്ഷകന് വേണ്ടിയുള്ള സിനിമയാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ധൈര്യത്തിന് വേണ്ടി നമുക്ക് മറ്റുള്ളവരെ കാണിക്കാം. അതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു പാൻ ഇന്ത്യൻ, ഈ സിനിമ പാൻ ഇന്ത്യൻ ആയിട്ട് എടുത്തിട്ടില്ല. പാൻ ഇന്ത്യൻ ആക്കേണ്ടത് പ്രേക്ഷകർ. ഞങ്ങൾ രക്ഷപ്പെട്ടെ, ഈ എല്ലാം നിങ്ങളുടെ ദുരൂഹ സാഹചര്യത്തിന്റെ പ്രസ് മീറ്റിൽ പറയാറുണ്ടോ അതൊരു ചെറിയ പെരുന്നാളാണ്, വലിയ പെരുന്നാൾ മെയ് 1 വരുത്തുന്നുണ്ടെന്ന്. മെയ് 1 അധികം ദിവസങ്ങളില്ല. അപ്പം അതേപോലെ തന്നെ ഇപ്പം ഒരു 2 ലെജൻസിന് മുമ്പിൽ ഒരു ഫ്രെയിമിൽ ആ സ്പേസ് ഷെയർ ചെയ്യാൻ ചെറിയൊരു കാര്യമല്ല. അത് എങ്ങനെ ഉണ്ടായിരുന്നു അവരുമായിട്ട് ഉണ്ടാവുക? ഇടിച്ചു നിൽക്കാൻ കുറെ പാടുണ്ടോ? ഇല്ല, ഞാനൊരു ഓളത്തിലൊക്കെ പോവുമായിരുന്നു. ഇതൊക്കെ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു സ്വപ്ന സഞ്ചാരം എന്നുള്ള രീതിയിൽ കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഓഫ്കോഴ്സ് നമ്മുടെ ക്യാമറ ഓണാകുമ്പോൾ നമുക്ക് കഥാപാത്രങ്ങളായിട്ട് മാറുന്നു. എന്നതിനപ്പുറം 2 പ്രതിഭകളുടെ കൂടെ, മഹാപ്രതിഭകളുടെ കൂടെ അവരോടൊപ്പം ഒരു സിനിമ യാത്ര എന്ന് പറയുന്നത് ഏതൊരു അഭിനേതാവും, മലയാളത്തിലുള്ള അഭിനേതാവ് എന്നുള്ള മാത്രമല്ല, ഏതൊരു അഭിനേതാവും കൊതിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഭാഗ്യങ്ങൾ വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. മമ്മൂക്കയോടും ലാലേട്ടനോടൊപ്പമുള്ള നിമിഷങ്ങൾ, ഒരുമിച്ചുള്ള നിമിഷങ്ങൾ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളാണ്, പാഠങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള എൻ്റെ അഭിനയ ജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഒരുപാട് ഓർമ്മകളും ഒരുപാട് പാഠങ്ങളും അനുഭവങ്ങളും തരുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ 110% എൻജോയ് ചെയ്തു. ഒരു വ്യക്തി എന്നുള്ള രീതിയിലും, ഒരു അഭിനേതാവ് എന്നുള്ള നിലയിലും, ഒരു ഫാൻ ബോയ് എന്നുള്ള നിലയിലും. ഇപ്പോ ടെക്നോളജിയിൽ മമ്മൂക്ക ഒത്തിരി മുൻപന്തിയിലിരിക്കുന്ന ആളാണ്. ഇവിടെ ടെക്നോളജിയിൽ ഇപ്പൊ മമ്മൂക്ക മുൻപന്തിയിലിരിക്കുന്ന ആളാണ്. ഇപ്പൊ ഒരു പുതിയ ഫോൺ ഇറങ്ങിയാലും മമ്മൂക്ക ആദ്യം സ്വന്തമാക്കും. അതേപോലെ സിനിമയുടെ ടെക്നോളജിയിൽ ഐമാക്സിൽ ഷൂട്ട് ചെയ്തൊരു സിനിമ മമ്മൂക്കയുടെ നമുക്ക് എപ്പോ കാണാൻ പറ്റും? അതിനുവേണ്ടി ഒരു ട്രൈ ചെയ്ത് ഫോണൊന്നും വലിയ ടെക്നോളജി അല്ല. ഇപ്പോൾ ഐമാക്സിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ആദ്യം ഒരു ഐമാക്സ് ക്യാമറ ഉണ്ടാവണം. ഐമാക്സ് ക്യാമറയൊന്നും അത്ര പോപ്പുലർ അല്ല. നോളനൊക്കെ ക്യാമറ ഉണ്ടാക്കിയിട്ട് നല്ല രാജ്യം ഷൂട്ട് ചെയ്തു. ശരി, അപ്പൊ പുള്ളി സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കഥ വന്ന് നമുക്ക് എടുക്കാം. ഇപ്പൊ മമ്മൂക്കയുടെ ഹോൾ കരിയറിൽ ഇപ്പൊ ഒരു 10,000-ന് മുകളിൽ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. 10,000-ന് മുകളിൽ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. ഒരു അറൗണ്ട് 500 സിനിമ മമ്മൂക്ക ചെയ്തു. പക്ഷെ ഈ പാട്രിയോട്ടിന്റെ ഏത് മൂമെന്റിലാണ് മഹേഷ് സാറ് കഥ പറഞ്ഞപ്പോ മമ്മൂക്ക ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ചത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരു മൊമെന്റ് വെച്ചിട്ട് നമുക്കൊരു സിനിമ തീരുമാനിക്കാൻ പറ്റില്ല. ഒരു സിനിമയെ നമ്മളെ സംവിധായകൻ കഥ പറയുമ്പോൾ കഥാകൃത്ത് കഥ പറയുമ്പോഴല്ലേ പറയുന്നത്. സംവിധായകൻ കഥ പറയുമ്പോൾ നമുക്ക് സിനിമ കാണാൻ പറ്റിയെങ്കിൽ അത് നല്ല സിനിമയായിരിക്കും. അത് നമുക്ക് ചെയ്യാൻ എളുപ്പമായി. കാരണം സംവിധായകൻ നമ്മളെക്കാൾ മുമ്പേ ആ സിനിമ കണ്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു മാനദണ്ഡം. ഈ സ്ക്രിപ്റ്റ് വായിച്ച് വീട്ടിൽ ഹോംവർക്ക് ചെയ്യുമോ? ഈ ക്യാരക്ടറിന് വേണ്ടി എന്തോരം ഹോംവർക്ക് ചെയ്യും? ഹോംവർക്ക് ചെയ്യാൻ മാത്രം നമുക്ക് 2 ദിവസം പരീക്ഷയൊന്നുമില്ലല്ലോ. സിനിമയ്ക്ക് ഇനിയും നമ്മൾ
നമ്മളത് അറിയാതെ നമ്മുടെ മനസ്സിലും നമ്മുടെ തലയിലും ബുദ്ധിയിലും ഇന്റലക്റ്റിലും ഒക്കെ ഓടുന്ന ഒരു കാര്യമാണ്. ഹോംവർക്ക് ചെയ്യാനായിട്ട് നമ്മൾ നടക്കുമ്പോൾ ഹോംവർക്ക് ചെയ്യാം, രാത്രി ഉറപ്പിച്ച് മറ്റേ എന്താ പറയുക, മറ്റേ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിൽ പോയി പഠിക്കേണ്ട കാര്യമൊന്നും സിനിമയിൽ അഭിനയിക്കുകയില്ല. കാരണം നമുക്കിത് പരിചയമായ ഒരു കാര്യമാണ്. ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് മാത്രം ആലോചിച്ചാൽ ഓരോ കഥാപാത്രങ്ങളെ നമ്മൾ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ആലോചിക്കാം. അത് എപ്പോഴും ആലോചിക്കാം, എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. മമ്മൂക്ക, താങ്ക് യു. മമ്മൂക്ക തന്നെ നേരത്തെ പറഞ്ഞു, മറ്റു ഭാഷയിലുള്ള ആളുകൾ വലിയ തുക മുടക്കി വരുന്ന സിനിമ കേരളത്തിൽ വരുമ്പോൾ സ്വീകരിക്കപ്പെടും. ഞങ്ങളൊന്നും അത് ചെയ്താൽ സ്വീകരിക്കപ്പെടാറില്ലല്ലോ. ഇപ്പോൾ ഈ ഒരു സിനിമ 100 കോടിക്ക് മുകളിൽ പണം മുടക്കി മലയാളത്തിൽ സിനിമ തുടർച്ചയായി ഇറക്കാൻ കഴിയുന്ന നിർമ്മാതാക്കളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമ സ്വീകരിക്കാൻ കഴിയുന്ന കാഴ്ചക്കാരെ ഒക്കെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഗെയിം ചേഞ്ചറായി ഇത് മാറും എന്ന് മമ്മൂക്കയ്ക്ക് തോന്നുന്നുണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 3 പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ആക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അവരോടാണ് ചോദ്യം. ഈ സിനിമയുടെ വിമൻസ് ഡേ സ്പെഷ്യലായിട്ട് പോസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും പ്രധാനപ്പെട്ട 4 സ്റ്റാർസ് ഉണ്ടായിട്ടും ട്രെയിലർ തുടങ്ങുന്നത് 2 സ്ത്രീകൾ സംസാരിക്കുന്നതിലൂടെയാണ്. അപ്പം പാട്രിയോട്ട് എത്രമാത്രം മൾട്ടി ലെയേർഡ് ഡീപ്പായിട്ടുള്ള വിമൻ റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നുണ്ട്. ആൻഡ് മഹേഷിൻ്റെ റൈറ്റിങ്ങിൽ എപ്പോഴും ഉള്ള ഒരു ഗ്രേ ഏരിയ ഉണ്ടല്ലോ, നല്ലവരല്ല ചെയ്തവരല്ല. ആ ഒരു അവസ്ഥ പാട്രിയോട്ടിൽ എത്ര മാത്രം സിനിമാറ്റിക്കലി ആ സ്കെയിലൊക്കെ എങ്ങനെയാണ്? മഹേഷിന്റെ എല്ലാ സ്റ്റോറീസിലും ഐ ഓൾവേസ് ഫെൽറ്റ് എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഒരു ആർക്കും എന്താ പറയുക അവരുടെ ഒരു സ്റ്റോറി ഉണ്ട്. ആൻഡ് അത് ഒരു സീനിലാണെങ്കിലും 10 സീനിലാണെങ്കിലും ആ സ്റ്റോറി നമ്മൾ കാണും. ഇതിൽ ഈ നമ്മളല്ലാതെ ദർ ആർ ലോട്ട് മോർ വിമൻ. ആൻഡ് കഥ വായിച്ചപ്പോൾ ഞാൻ ആദ്യം ഐ തിങ്ക് മമ്മൂക്ക ഉണ്ടെന്ന് അറിഞ്ഞു. ഫോർ മീ ദാറ്റ് വാസ് ഇറ്റ്സെൽഫ് ഇതൊരു വലിയ പടം. അത് കഴിഞ്ഞ് ന്യൂസിലൊക്കെ വായിക്കുമ്പോഴാണ് ഇവരെല്ലാവരും ഉണ്ടെന്നൊക്കെ ഞാൻ അറിയുന്ന മെല്ലെ. അപ്പോൾ അതിൽ ഓരോ പേര് കേൾക്കുമ്പോൾ ഇറ്റ് വാസ് ദാറ്റ് എക്സൈറ്റിംഗ്. ആൻഡ് ഓൾ ദ വിമൻ ഇൻ ദ ഫിലിം ആർ എനിക്ക് പേഴ്സണലി ഭയങ്കര അഡ്മയർ ചെയ്യുന്ന ആക്ടേഴ്സ്. അപ്പോൾ എല്ലാവരുടെയും കൂടെ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി. ആൻഡ് ദ ഫിലിം ഐ തിങ്ക് യു വിൽ കാണുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്. ഹലോ, ഞാൻ ഈ സ്ക്രീൻ പ്ലേ ആദ്യം വായിക്കുമ്പോൾ മനുഷ്യനോട് പറഞ്ഞിരുന്നു ഇതിൽ അറ്റാച്ച്ഡ് ആയ ആക്ടേഴ്സിന്റെ പേര് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു പക്ഷേ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് മാത്രം യെസ് പറഞ്ഞാൽ മതി. അപ്പോൾ ആ ആക്ടേഴ്സിന് തീരുമാനം എടുക്കാനുള്ള ഫ്രീഡവും സ്പേസും അതാണ് ഏറ്റവും വലിയ കാര്യം. ദാറ്റ് ഇസ് വാട്ട് എവറി ആക്ടർ ലുക്സ് ഫോർവേഡ് ടു. ആ ഒരു സ്വാതന്ത്ര്യവും സ്പേസും തരുന്ന ഒരു ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനും വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ആൻഡ് അത് ഞാൻ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ. ഇത്രയും നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ എല്ലാം നമ്മൾ കണ്ട് വളർന്ന കുറേ ആക്ടേഴ്സാണ്. കൊച്ചിലെയൊക്കെ ഇവരുടെ സിനിമകളാണ് നമ്മൾ റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്തത്, നമ്മുടെ ഐഡൽസ് ആയിരുന്നു. അപ്പോൾ അവരൊക്കെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നതും ഇറ്റ്സ് എ ഹ്യൂജ് ഡീൽ ഫോർ ഓൾ ഓഫ് us. പ്രൊഡ്യൂസറിനോടാണ് ഞാൻ ഇതിലേക്ക് വന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. ഞാൻ പാട്രിയോട്ട് സെറ്റിൽ തന്നെ മമ്മൂക്കയെ കാണാൻ വേണ്ടി ചെന്നതാണ് ഒരു ദിവസം. അപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ സമയത്ത് തന്നെ മഹേഷ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയി. ഞാനിത് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ മമ്മൂക്കയെ കാണാൻ വന്ന ശരി എന്ന് പറഞ്ഞ് പോയി. കുറച്ച് കഴിഞ്ഞ് വീണ്ടും മഹേഷ് വന്നിട്ട് ഇങ്ങനെ അതിനെ മാറ്റി നിർത്തി ചോദിച്ചു, ഇത്ര ചെറിയ ക്യാരക്ടർ ഒന്നും ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചേട്ടാ നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെ അടുത്ത വർക്കിലേക്ക് ജോയിൻ ചെയ്തു. പിന്നെ മമ്മൂക്കയുടെ കൂടെയും അനുചേട്ടൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ അനുചേട്ടൻ ഇങ്ങനെ വീണ്ടും പറഞ്ഞു, റീസിനോട് ഇങ്ങനെ മഹേഷ് ആ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്ക ചെയ്ത ക്യാരക്ടർ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ക്യാരക്ടർ നമുക്ക് പറഞ്ഞു അതവിടെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. എനിക്ക് പിന്നെ ഒന്നും അതിൽ നോക്കേണ്ടി വന്നില്ല. ലൈക്ക് ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് കൂടുതലും കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ കൂടെയാണ്. വളരെ ചെറിയൊരു ക്യാരക്ടറാണ്. ബട്ട് താങ്ക് യു സോ മച്ച് മഹേഷ് ചേട്ടാ എന്നെ വിളിച്ചതിലും. ചെറുതാണെങ്കിലും അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. ഏതൊരു ക്യാരക്ടറിനും റൈറ്ററും ഡയറക്ടറും അല്ലെങ്കിൽ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു സോ മച്ച്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സന്തോഷം അറിയിക്കുന്നു.
ഞങ്ങൾ സ്ക്രീനിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന രണ്ടാളുകൾ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് വീണ്ടും തിരിച്ചു വരുവാണ്. സോ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുന്നു. നമുക്ക് എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇതൊരു കാർ ചേസിംഗ് സീനുണ്ട്. ഇതൊരു കാർ ചേസിംഗ് സീൻ നമ്മൾ പോസ്റ്ററൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു റൂമറൊക്കെ വന്നിരുന്നു. അതായത് നമുക്ക് ലാലേട്ടൻ്റെ കാലിനാണ് ഹോൾഡ് ചെയ്തിരുന്നത് ആ സീനകത്ത്. അപ്പോൾ ആ ഒരു സീനിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെപ്പറ്റി അതിൻ്റെ ലാലേട്ടൻ്റെ കാലിനാണ് നമുക്ക് ഹോൾഡ് ചെയ്ത് നിന്നത്. അതായത് ആ കാർ ചേസിംഗ് സീനിനകത്തെ ഈ ഡോർ സൈഡിലോട്ട് കാല് ഹോൾഡ് ചെയ്യുന്നില്ല. ഒരു റൂമൊക്കെ വന്നിരുന്നു. പുള്ളി മൂന്നുപടി വെച്ചിരിക്കുക. പുള്ളിയാണ് മൂന്നുപടി വെച്ചിരിക്കുന്നത്. ഇത് മനസ്സിലായില്ല എന്താ ചോദ്യം? ആ ഒരു ഫൈറ്റ് സീൻ, അതായത് ആ ചേസിംഗ് സീൻ ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ചേസിംഗ് സീൻ ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ചേസിംഗ് സീൻ വണ്ടി ഓടിക്കുന്നത് ചാക്കോച്ചനാണ്. ഞങ്ങൾ രണ്ടുപേരും, ഞാൻ അവശനാ, പുള്ളിയുടെ താരം ചെയ്യും. അപ്പൊ ചേസ് ചെയ്യുന്ന മുഴുവൻ വലിയ ഹീറോയിസ് കാണിക്കുന്നത് ചാക്കോച്ചനാണ്. ചാക്കോച്ചനോട് ചോദിക്കുക എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്. നിങ്ങൾ രണ്ടുപേരും പാസഞ്ചേഴ്സാണ്. സത്യം ചോദിച്ചു നോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇവരുടെ ഇടയ്ക്ക് ഏറ്റവും നല്ല മൊമെന്റ്സ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ചേസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഐ വാസ് ചേസിങ് മൈ ഡ്രീംസ്. ഒരു കാര്യം ഒന്ന് ഉറപ്പിച്ച സമയത്തിന്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരു ചോദ്യം, മഹേഷ് മമ്മൂക്ക രണ്ടുപേരും ഒരുമിച്ച് നമ്മൾ ഓരോ കാര്യം ജഡ്ജ് ചെയ്യുന്നത് കാഴ്ചയിലൂടെയാണ്. ഇപ്പം സച്ചിൻ തെണ്ടുൽക്കർ വലിയൊരു ക്രിക്കറ്ററാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കിയത്. സച്ചിൻ തെണ്ടുൽക്കർ വലിയൊരു ക്രിക്കറ്ററാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ്. മമ്മൂക്ക ഒരു മഹാനായ നടനാണെന്ന് നമ്മൾ അറിഞ്ഞ് കണ്ട് മനസ്സിലാക്കിയതാണ്, അനുഭവം കൊണ്ട് മനസ്സിലായതാണ്. ഇപ്പൊ ഈ ട്രെയിലറിന്റെ അവസാനം മമ്മൂക്ക പറയുന്നുണ്ട് ഞാൻ പേട്രിയോട്ടാണെന്ന് പറയുന്നുണ്ട്. ദേശസ്നേഹത്തിനൊരു അളവുകോലുണ്ടോ? അതിന് മാനദണ്ഡം എങ്ങനെയാണ്? അങ്ങനെ നമ്മൾ അയാൾ വലിയ ദേശസ്നേഹിയാണ് നമ്മൾ പറയണമെങ്കിൽ അതിനൊരു അളവുകോലുണ്ടോ? അത് ഓഡിയൻസിനോടുള്ള ചോദ്യമാണ്. ആക്ച്വലി അത് പടം കണ്ട് തീരുമ്പം മനസ്സിലാക്കണം വെദർ ഈസ് എ പേട്രിയറ്റ് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. അത് ക്വസ്റ്റ്യനായിട്ട് തന്നെയാണ്. അത് ആൻസർ ചെയ്യേണ്ടത് പ്രേക്ഷകർ. ദേശാഭിമാനി, രാജ്യസ്നേഹി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വ്യത്യസ്തമായ വാക്കുകളുണ്ട്. അതിലേതാണ് ഇതിന് അർത്ഥമാക്കുന്നത് നമ്മൾ സിനിമ കാണിച്ചത്. ഒരു മറുചോദ്യമായി അങ്ങോട്ട് തന്നു. സമയമുള്ളതുകൊണ്ടാണ്, എന്നോടൊന്നും തോന്നരുത്. ഇനി ആക്ച്വലി സ്പീക്കിംഗ് ആ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 3 ഹാൻസം ഗൈസ് ഇവിടെ ഉണ്ടാതിരിക്കുകയാണ്. I hope the character speaks loud in the movies, all 3 of yours, but still ഇങ്ങനെ ഒരു വേദിയിൽ നിങ്ങൾ സംസാരിക്കാതെ പോകുന്നത് നമ്മൾ സമ്മതിക്കില്ല. So I would love to request yourself to speak something to the audience.